സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരും. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോക്സോ കേസ് പ്രതി ലോക്കർ താക്കോൽ വിഴുങ്ങി 10 കിലോ പഴം കഴിപ്പിച്ച് പോലീസ്. 17-കാരിയായ പെൺകുട്ടിയുടെ തിരോധാന കേസിൽ ചോദ്യം ചെയ്യലിനിടെ ലോക്കർ താക്കോൽ വിഴുങ്ങി പോക്സോ കേസ് പ്രതി. ഇതോടെ താക്കോൽ പുറത്തെത്തിക്കാൻ പ്രതിയെ കൊണ്ട് 10 കിലോ പഴം കഴിപ്പിച്ച് പോലീസ്. ബംഗളൂരുവിലെ ഭദ്രനായകൻഹള്ളി പോലീസ് സ്റ്റേഷനിലാണ് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത്. സതീഷിനൊപ്പം 6 പേർ മാത്രം. KCയെ പിന്തുണച്ചവരിൽ സണ്ണി ജോസഫും സന്ദീപ് വാര്യരും വരെ. 47 പേരും KCക്കൊപ്പം എന്ന റിപ്പോർട്ട്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാകുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീശുന്നത്. AICC നിരീക്ഷകർ വ്യാഴാഴ്ച നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA-മാരിൽ 47 പേരും വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. അടുക്കളയിൽ പാത്രങ്ങൾക്കിടയിൽ രാജവെമ്പാല. 8 അടിയോളം നീളം, 16 കിലോയോളം ഭാരം. മാണിമൂലയിൽ വീട്ടിലെ അടുക്കളയിൽ ഒളിച്ചിരുന്ന രാജവെമ്പാലയെ വനംവകുപ്പ് പിടികൂടി. ബന്ദടുക്കയിലെ PK ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് അടുക്കളയിൽ നിലത്ത് പാത്രങ്ങൾക്കിടയിൽ പാമ്പിനെ കണ്ടത്. അടുക്കള വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു. പാമ്പിനെ കണ്ടു വീട്ടുകാർ പരിഭ്രാന്തരാവുകയും വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. ജയിച്ചേ തീരൂ. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കൊൽക്കത്തയും ഡൽഹിയും ഇന്ന് നേർക്കുനേർ. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വിജയ വഴിയിൽ തിരിച്ചെത്തലാണ് ഇരു ടീമുകളുടെയും ശ്രമം. ഡൽഹിയിൽ രാത്രി 7:30-നാണ് മത്സരം. വിജയ വഴിയിൽ തിരിച്ചെത്താൻ കഷ്ടപ്പെടുന്ന 2 ടീമുകളാണ് ഇന്ന് കളത്തിലിറങ്ങുന്നത്. പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസും 8ാമതുള്ള കൊൽക്കത്തയും അവസാന 3 മത്സരങ്ങൾ ജയിച്ചതിന്റെ ആവേശത്തിലാണ് കൊൽക്കത്ത വരുന്നതെങ്കിൽ ചെന്നൈയോട് തോറ്റതിന്റെ ക്ഷീണമുണ്ട് ഡൽഹിക്ക്. പോയിന്റ് പട്ടികയിൽ ഡൽഹിക്ക് ആകെ ജയം 4, കൊൽക്കത്തയ്ക്ക് 3. ഇന്ന് ജയിക്കുന്നവർക്ക് പ്ലേ ഓഫിലേക്ക് നേരിയ പ്രതീക്ഷ വയ്ക്കാം. ഇതുപോലെയുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.